വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വീൽ ചെയർ മുമ്പിലേക്ക് തനിയെ ഉരുണ്ട് വന്നത് കണ്ട് സുസ്മിത ആകെ അങ്ങ് പേടിക്കുകയാണ്. ഇനിയിപ്പോൾ രാഘവൻ നായർ ചത്തോ, അങ്ങേരുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിരിക്കും കുറുനരിയും ചെന്നായും ഒക്കെ വന്നത്. അങ്ങേർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നോടാണ്. ഇനി എന്താ ചെയ്യുക, അയ്യോ രക്ഷിക്കണേന്നും പറഞ്ഞ് മുകളിലേക്ക് പേടിച്ച് കയറി ഓടുകയാണ് സുസ്മിത. ഇത് കണ്ട് വിഷ്ണു താഴെ ഇരുന്ന് ആകെ സന്തോഷിക്കുന്നുണ്ട്. തുടർന്ന് കയറി പോകുന്ന വഴിയിൽ സുസ്മിത വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ഓടി മുറിയിലേക്ക് ചെന്ന ശേഷം കട്ടിലിൽ ശാലിനിയുടെ മോളിൽ കൂടെ അങ്ങ് ചാടി അപ്പുറത്തെത്തുകയാണ് സുസ്മിത. എന്നിട്ട് പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് കട്ടിലിരുന്നങ്ങ് നിലവിളിക്കുകയാണ്. പ്രേതം പ്രേതമെന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് നിലവിളിക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, നീ എന്തിനാടി സ്വന്തം പേര് പറഞ്ഞോട്ട് നടക്കുന്നതെന്ന്. അന്നേരം കള്ളമല്ല ശാലിനി, വിഷ്ണുവേട്ടൻ്റെ അച്ഛനില്ലേ രാഘവൻ നായർ, അങ്ങേര് ചത്തൂന്ന്. അന്നേരം ആകെ ദേഷ്യപ്പെട്ടിട്ട് സുസ്മിതയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ്, നീ കള്ളോ കഞ്ചാവോ മറ്റോ വലിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് കെട്ടടങ്ങാനുള്ള മരുന്നാണ് ഞാനിപ്പോൾ തന്നത്. എന്നിട്ട് ആവശ്യമില്ലാത്തതൊന്നും പറയരുതെന്നും പറഞ്ഞ് ശാലിനി സുസ്മിതയോട് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് എണീക്കാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും സുസ്മിത പേടിച്ച് വിയർത്ത് കുളിച്ചങ്ങ് പറയുകയാണ്, ഇല്ല ശാലിനി, ഞാൻ വീൽ ചെയർ തനിയെ ഉരുണ്ട് വരുന്നത് കണ്ടു, അങ്കിൾ ഇല്ലായിരുന്നു, അങ്കിളിൻ്റെ പ്രേതമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് പേടിക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അപ്പോൾ നീ ഇന്ന് കണ്ട സിനിമ ഏതാണ്, ശരിക്കും പ്രേതം എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, മണിച്ചിത്രത്താഴാണോ നീ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് ശാലിനി സുസ്മിതയെ കളിയാക്കുകയാണ്. മര്യാദയ്ക്ക് കിടന്നുറങ്ങിയില്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും വാങ്ങിക്കുമെന്നും പറഞ്ഞ് സുസ്മിതയെ അടിക്കാനായിട്ട് കൈയൊക്കെ ഓങ്ങുന്നുണ്ട് ശാലിനി. അന്നേരം പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ആകെ അങ്ങ് പേടിച്ച് സുസ്മിത ഷീറ്റെടുത്ത് അങ്ങ് മുകളിലൂടെ മൂടി അങ്ങ് കിടക്കുകയാണ്. അത് ഇനിയും വരുന്നുണ്ടെന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് കിടന്നുറങ്ങുന്നു. അന്നേരം ഇത് കണ്ടൊക്കെ ആകെ എന്താണെന്നും പറഞ്ഞ് നോക്കി അങ്ങ് ചിരിക്കുകയാണ് ശാലിനി. സുസ്മിത കിടക്കുകയാണെങ്കിലും ശാലിനിയോട് വിളിച്ച് പറയുന്നുണ്ട്, അത് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്, ശാലിനി ഇവിടെ തന്നെ കിടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഷീറ്റിൻ്റെ അടിയിൽ കിടന്ന് കരയുകയാണ് സുസ്മിത. ഇതൊക്കെ കണ്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് ശാലിനിക്ക്. പിന്നീട് ശാലിനിയും അങ്ങ് കിടക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു റൂമിൻ്റെ പുറത്ത് വാതിൽക്കൽ വന്നിട്ട് ശാലിനിയെ ശ്രദ്ധിപ്പിക്കാനായി സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ശാലിനി ആദ്യമൊന്നും കേൾക്കുന്നില്ല. പിന്നീട് വിഷ്ണുവിനെ ശാലിനി കാണുകയാണ്. അന്നേരം പുറത്തേക്ക് വാ എന്ന് വിഷ്ണു പതിയെ പറയുകയാണ്. അന്നേരം സുസ്മിതയുണ്ട്, വരില്ല എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ പ്ലീസ് പ്ലീസ് എന്ന് വിഷ്ണു പറയുമ്പോഴത്തേക്ക് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പതുക്കെ ബഹളമുണ്ടാക്കാതെ സുസ്മിത അറിയാതെ അങ്ങ് നടന്ന് ചെല്ലുകയാണ് ശാലിനി. ഇതേ സമയം ഷീറ്റ് തലയിലേക്ക് വലിച്ചിട്ട് അർജുനൻ ഫൽഗുണൻ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് സുസ്മിത ആകെ പേടിച്ച്. ശാലിനി അടുത്തേക്ക് വരുമ്പോൾ വിഷ്ണു എന്നങ്ങ് ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരു കാര്യം ഞാൻ തരാം, ഒരു കാര്യം പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് സുസ്മിത എന്നൊക്കെ പറയുകയാണ് ശാലിനി. അന്നേരം അവൾ തല പൊക്കില്ല എന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ഷീറ്റൊക്കെ മൂടിക്കിടക്കുന്ന സുസ്മിതയെ നോക്കിയിട്ട് ആ വീൽ ചെയറിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അതിശയിക്കുകയാണ് ശാലിനി. അന്നേരം അത് തന്നെ ഞാൻ ഒപ്പിച്ച പണിയാണെന്ന് വിഷ്ണു സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രേതത്തിനെ പേടിച്ചാണല്ലേ അവൾ കിടക്കുന്നത്, ഈ പ്രേതത്തിന് ഇനി എന്താ വേണ്ടതെന്ന് ശാലിനി തിരക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഒരു മുദ്ദുക അതങ്ങ് തന്നാൽ ഈ പാവം പ്രേതം അങ്ങ് പൊയ്ക്കോളാം, പ്ലീസ് പ്ലീസ് എന്ന് പറയുകയാണ് വിഷ്ണു. വേണ്ട വേണ്ട എന്നൊക്കെ ശാലിനി പറയുമ്പോഴും പ്ലീസ് ഒരെണ്ണം താന്നും പറഞ്ഞ് ശാലിനിയുടെ മുമ്പിൽ അങ്ങ് ചിണുങ്ങി നിൽക്കുകയാണ് വിഷ്ണു. ഇതേ സമയത്ത് സത്യഭാമ റൂമിലിരുന്ന് ഫോണൊക്കെ നോക്കിയാണ് രാഘവൻ നായർ ഉറങ്ങുകയാണ്. തുടർന്ന് ഹാളിലേക്ക് നോക്കിയിട്ട് ഭാമ ചിന്തിക്കുന്നുണ്ട്, ഹാളിലെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തതാണല്ലോ, പിന്നെ ആരാ ഇട്ടതെന്ന്. തുടർന്ന് ഹാളിലേക്ക് എത്തുന്ന ഭാമ വീൽ ചെയർ അവിടെ കിടക്കുന്നതും കുപ്പി തറയിൽ കിടക്കുന്നതുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഈ വീൽ ചെയർ എങ്ങനെ ഇവിടെ എത്തി, ഇത് റൂമിൽ കിടന്നതാണല്ലോ, ഫ്രിഡ്ജിലിരുന്ന കുപ്പിയാണല്ലോ എന്നൊക്കെ ഭാമ കരുതുകയാണ്. തുടർന്ന് ഇവിടെ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞ ശേഷം ആരോ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് വാതിൽക്കലേക്ക് പോയി നോക്കുന്നുണ്ട്. അന്നേരം വാതിൽക്കലിലെ കുറ്റിയൊക്കെ ഇട്ട പടുത്തിക്ക് തന്നെ കിടക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്നും ആരും വന്നതല്ല, പിന്നെ ആരാ വന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് സത്യഭാമ. അപ്പോൾ അകത്തു നിന്ന് ആരോ വന്നതാണ്, ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങിയെന്ന് നോക്കാനായിട്ട് ആരെങ്കിലും വന്നതാണോ, അതിപ്പോൾ ആരായാലും വിഷ്ണു തന്നെ ആയിരിക്കും, എൻ്റെ ശബ്ദമൊക്കെ മിമിക്രി കാണിച്ച് എന്നെ കബളിപ്പിച്ചതല്ലേ, അവൻ ചിലപ്പോൾ ശാലിനിയെ കാണാൻ പോയതായിരിക്കും, അവന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് സത്യഭാമ. അതേസമയം വിഷ്ണു വേഗം താതാ ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞ് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം വീണ്ടും വിഷ്ണുവിനെ തള്ളി മാറ്റിയിട്ട് അമ്മയെങ്ങാനും ഈ സമയത്ത് വന്നാലോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ എങ്ങനെയാണ് ഈ സമയത്ത് വരുന്നത്, അമ്മയും സുസ്മിതയും ഒക്കെ ഞാൻ വിദഗ്ധമായിട്ട് ഡീല് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നേന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണു ശാലിനിയിലേക്ക് അടുക്കുകയാണ്.
അന്നേരം പരിഗണിക്കാമെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം വേഗം തന്നേന്നും പറഞ്ഞ് ശാലിനിയും കെട്ടിപ്പിടിക്കുകയാണ് വിഷ്ണു. അന്നേരം തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ വീണ്ടും തള്ളി മാറ്റുകയാണ് ശാലിനി. ഇതേസമയം സത്യഭാമ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കട്ടിലിൽ വിഷ്ണുവിനെ കാണുന്നില്ല. തുടർന്ന് ബാത്റൂമൊക്കെ തുറന്ന് നോക്കുകയാണ് വിഷ്ണു അവിടെ ഉണ്ടോയെന്ന്. തുടർന്ന് റൂമിൽ വിഷ്ണു ഇല്ല എന്ന് ഭാമയ്ക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ അത് അവൻ തന്നെ സത്യഭാമയെ കബളിപ്പിക്കാമെന്ന് അവൻ കരുതി കാണും. ശാലിനിയുടെ റൂമിൽ അവൻ ഉണ്ടെങ്കിൽ അവൻ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ശാലിനിയുടെ മുറിയിലേക്ക് പോവുകയാണ് ഭാമ. ഇതേസമയം വിഷ്ണു എത്ര എണ്ണം തരും, ഒരു 5 എണ്ണം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി മുഖം തിരിച്ചു നിൽക്കുകയാണ്. വീണ്ടും 4 എണ്ണം എന്ന് ചോദിക്കുമ്പോഴും ഇല്ല എന്ന് ശാലിനി പറയുന്നു. എന്നാൽ 3-ൽ ഉറപ്പിക്കാമെന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ പിടിക്കുകയാണ് വിഷ്ണു. അന്നേരം കൈയങ്ങ് തട്ടി മാറ്റിയിട്ട് നോ ചാൻസ് എന്ന് പറയുന്നു. അന്നേരം എങ്കിൽ എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ് വിഷ്ണു. വീണ്ടും വിഷ്ണു എന്നാൽ പിന്നെ 1 എണ്ണം അതെങ്കിലും എനിക്ക് തരുമോ എന്നും പറഞ്ഞ് വിഷമമൊക്കെ കാണിക്കുകയാണ്. അന്നേരം അത് സമ്മതിക്കുകയാണ് ശാലിനി. അന്നേരം എങ്കിൽ താന്നും പറഞ്ഞ് മുഖം ശാലിനിയുടെ അടുത്തേക്ക് കാണിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ അങ്ങ് തള്ളി ചുവരിനോട് ചേർത്ത് നിർത്തുകയാണ് ശാലിനി. തുടർന്ന് ശാലിനി വിഷ്ണുവിനെ ഉമ്മ കൊടുക്കാനായി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് 2 കൈയും വിഷ്ണുവിൻ്റെ തോളിലേക്ക് ഇട്ടിട്ട് വിഷ്ണുവിൻ്റെ കവിളിലേക്ക് ഉമ്മ കൊടുക്കാനായി കാലിങ്ങനെങ്ങ് പൊക്കി ഉമ്മ കൊടുക്കാൻ പോകുന്ന സമയത്ത് വിഷ്ണു എന്ന് വിളിക്കുകയാണ് സത്യഭാമ. അത് കേട്ട് 2 പേരും പേടിച്ച് ഒരുപോലെ മാറുന്നു. അയ്യോ അമ്മ എന്നും പറഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി. തുടർന്ന് സത്യഭാമ ശാലിനിയും സുസ്മിതയും കിടക്കുന്ന റൂം വന്ന് തുറക്കുകയാണ്. എന്നിട്ട് ലൈറ്റ് ഇടുന്നു. അന്നേരം നോക്കുമ്പോൾ ശാലിനി അവിടെ കിടക്കുകയാണ്. സുസ്മിത ഷീറ്റ് അങ്ങ് മൂടിക്കിടക്കുന്നു. തുടർന്ന് ലൈറ്റ് ഇടുമ്പോൾ സുസ്മിത ചിന്തിക്കുകയാണ് പ്രേതം ഈ റൂമിലേക്ക് വന്നോന്ന്. തുടർന്ന് വിഷ്ണുവിനെ അവിടെയൊക്കെ തിരയുകയാണ് സത്യഭാമ. ഇതേസമയം കട്ടിലിന് അടിയിൽ കിടക്കുകയാണ് വിഷ്ണു ആകെ പേടിച്ച്. തുടർന്ന് സത്യഭാമ പോയി ബാത്റൂം തുറക്കുകയാണ്. അന്നേരം പ്രേതങ്ങൾ വാഷ്റൂമിലേക്ക് പോയോ, വാഷ്റൂമൊക്കെ അവർ ഉപയോഗിക്കുമോ എന്ന് പറഞ്ഞിട്ട് അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ ബാക്കി മറന്നുപോയല്ലോ എന്നും പറഞ്ഞ് പേടിച്ചങ്ങ് കരയുകയാണ് സുസ്മിത. തുടർന്ന് ഇവൻ ഇതെവിടെ പോയി, ഇവിടെയെങ്ങും ഇല്ലല്ലോ എന്നും പറഞ്ഞ് റൂം ഒന്നുകൂടിയൊക്കെ നോക്കിയിട്ട് ലൈറ്റ് അണച്ച് ഡോർ അടച്ചങ്ങ് സത്യഭാമ വെളിയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ഒന്ന് ആശ്വസിക്കുകയാണ് സുസ്മിത പ്രേതം പോയി എന്നും പറഞ്ഞ്. അതേസമയം സത്യഭാമ പോയ ശേഷം ശാലിനി എഴുന്നേറ്റ് വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. അന്നേരം കട്ടിലിനടിയിൽ നിന്നും ഹായ് ഞാനിവിടെ ഉണ്ടെന്നും പറഞ്ഞ് കൈയൊക്കെ ഉയർത്തി കാട്ടി എഴുന്നേൽക്കുകയാണ് വിഷ്ണു. അമ്മ പോയോ എന്ന് ചോദിക്കുമ്പോൾ പോയി എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം കട്ടിലിന് അടിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന വിഷ്ണു സുസ്മിതയുടെ മുകളിൽ കൂടെ ചാടി ശാലിനിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അന്നേരം നിഴലൊക്കെ മാറുന്നത് കണ്ട് ആകെ പേടിച്ച് വീണ്ടും മന്ത്രമൊക്കെ ചൊല്ലുകയാണ് സുസ്മിത. എന്നിട്ട് കട്ടിലേക്ക് ഇരിക്കുകയാണ് വിഷ്ണു. അന്നേരം ഇതെന്തായി കാണിക്കുന്നത്, ഇവിടെ നിന്ന് പോയെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഞാൻ ചോദിച്ചത് കിട്ടിയാലേ പോകൂന്നും പറഞ്ഞ് കട്ടിൽ തന്നെ ഇരിക്കുകയാണ് വിഷ്ണു. നാളെ നമ്മൾ ദാമ്പത്യ പൂജയ്ക്ക് പോവുകയല്ലേ, അതിന് അഡ്വാൻസായിട്ട് 1 എണ്ണം താന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം എണീറ്റ് പോ എന്നും പറഞ്ഞ് ശാലിനി പറയുകയാണ്. എങ്കിലേ തന്നില്ലെങ്കിൽ ഞാൻ പോവില്ല, ഞാനിവിടെ കിടക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് കട്ടിലേക്ക് കിടക്കുകയാണ്. വിഷ്ണു എന്തായാലും ഉമ്മ കിട്ടിയാലേ പോകുമെന്ന് അവസാനം ശാലിനിക്ക് മനസ്സിലാകുകയാണ്. അവസാനം 1 എണ്ണം തരാമെന്ന് ശാലിനി സമ്മതിക്കുന്നു. തുടർന്ന് വിഷ്ണു അങ്ങ് കവിള് നീട്ടിയിരിക്കുമ്പോൾ ശാലിനി കയ്യിലേക്ക് ഉമ്മ വെച്ചിട്ട് അത് വിഷ്ണുവിൻ്റെ കവിളത്തേക്ക് വെച്ച് കൊടുക്കുന്നു. അന്നേരം അത് പറ്റില്ല, എൻ്റെ ഉമ്മ ഊന്നൊക്കെ അങ്ങ് മൂളുകയാണ് വിഷ്ണു. ഇതൊക്കെ കേട്ട് ആകെ പേടിക്കുന്നുണ്ട് സുസ്മിതയ്ക്ക്. നാളെ തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ പതിയെ എഴുന്നേൽപ്പിച്ച് റൂമിന് പുറത്താക്കുകയാണ് ശാലിനി. പോകാൻ നേരവും 1 എണ്ണം എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് ചിണുങ്ങിക്കൊണ്ട്. എങ്ങനെയെങ്കിലും ഒരുവിധം വിഷ്ണുവിനെ വെളിയിലാക്കി ഡോർ അകത്തു നിന്നും കുറ്റിയിടുകയാണ് ശാലിനി. എന്നിട്ട് കട്ടിലിലേക്ക് വന്നിരുന്ന് വിഷ്ണുവിനെ അങ്ങ് ഓർത്ത് ചിരിച്ച് കള്ളത്തെമ്മാടി എന്ന് പറയുന്നുണ്ട് ശാലിനി. ഇതേസമയം ഷീറ്റൊക്കെ മൂടി അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന സുസ്മിതയെ നോക്കിയിട്ട് ഇവളുടെ കാര്യം പോക്ക് തന്നെയെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ശാലിനി. അതിനുശേഷം വിഷ്ണു വന്ന് താഴെ ഹാളിൽ സെറ്റിയിൽ കിടക്കുകയാണ്. അന്നേരം നോക്കുമ്പോൾ സത്യഭാമ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുകയാണ്. തുടർന്ന് വിഷ്ണു ഉറക്കം നടിച്ചങ്ങ് കിടക്കുന്നു. തുടർന്ന് ഭാമ അടുത്തേക്ക് വന്ന് ചുറ്റുമൊക്കെ നോക്കിയിട്ട് വിഷ്ണു എന്ന് തട്ടി വിളിക്കുകയാണ്. അന്നേരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ കണ്ണ് പതിയേക്ക് തുറന്നിട്ട് ആ അമ്മ, എന്താ അമ്മ ഇവിടെ എന്ന് ചോദിക്കുന്നു. അന്നേരം നീ ഇവിടെയാണോ കിടക്കുന്നതെന്ന് ഭാമ ചോദിക്കുകയാണ്. ഞാൻ കുറച്ച് മുമ്പ് വന്നപ്പോൾ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരം അത് ഞാൻ വാഷ്റൂമിൽ പോയിരുന്നു, പിന്നെ തലവെച്ച് കിടക്കാനായിട്ട് പില്ലോ എടുക്കാൻ റൂമിലും പോയിരുന്നു എന്ന് വിഷ്ണു പറയുകയാണ്.
അപ്പോൾ നീയാണോ നേരത്തെ ഇവിടെ ലൈറ്റ് ഇട്ടിരുന്നതെന്ന് ഭാമ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ അമ്മ, നേരത്തെ ഞാൻ ലൈറ്റ് ഇട്ടിരുന്നു, അത് ഓഫ് ചെയ്യാൻ മറന്നു, അപ്പോൾ വീണ്ടും ലൈറ്റ് ഇട്ടു എന്നൊക്കെ പരസ്പര വിരുദ്ധമായിട്ട് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് എന്താ അമ്മ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് പോവുകയാണ്. പോകാൻ നേരവും സത്യഭാമ തിരിഞ്ഞു നോക്കുന്നുണ്ട്. വീണ്ടും എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ഭാമ വീണ്ടും പറയുകയാണ്. എങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞങ്ങ് പോവുകയാണ് സത്യഭാമ. തുടർന്ന് ശാലിനി കൊടുത്ത ഉമ്മയൊക്കെ ആലോചിച്ച് തലയണയൊക്കെ കെട്ടിപ്പിടിച്ച് വീണ്ടും സെറ്റിയിലിരുന്നങ്ങ് സ്വപ്നം കാണുകയാണ് വിഷ്ണു. പക്ഷേ അതേസമയം റൂമിലെത്തുന്ന സത്യഭാമയ്ക്ക് തൻ്റെ സംശയം മാറുന്നില്ല. താൻ നേരത്തെ കണ്ട കാര്യങ്ങളും ഇപ്പോൾ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളും വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് സത്യഭാമ. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കുടിക്കുകയാണ് ഭാമ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.